ഹലോ ഗായ്സ്, ദിസ് മീ ഹരീഷ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് കേരളത്തിൽ ബിസിനസ് ചെയ്താൽ വിജയിക്കാൻ പറ്റുമോ? ബിസിനസ് ഫ്രണ്ട്ലി ആണോ കേരളം? എല്ലാവർക്കും ഒരു നെഗറ്റീവ് അഭിപ്രായം ഉള്ളതാണ്. പക്ഷേ എൻ്റെ 13 വർഷത്തെ എക്സ്പീരിയൻസിൽ കേരളത്തിൽ ബിസിനസ് ചെയ്യാൻ ഒരു കുഴപ്പമില്ല. അതാണ് സത്യം. വേറെ രാജ്യങ്ങളിലില്ലാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മളെ രാജ്യത്തുണ്ട്. പിരിവ്, പൊളിറ്റിക്സ്, ലോഡിങ് അൺലോഡിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുണ്ട്. അതല്ലാതെ വേറെ വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല. ഞാൻ നെഗറ്റീവും പോസിറ്റീവ്സും പറയാം. നിങ്ങൾ തുടങ്ങാൻ പോണ ബിസിനസ് അനുസരിച്ചിരിക്കും ഇവിടുത്തെ സിറ്റുവേഷൻ. കേരളം ഇത്രയും കോടി ജനങ്ങളുള്ളതാണ്. ഇന്ത്യ ഇത്രയും കോടി ജനങ്ങളുള്ളതാണ്. കേരളത്തിലൊരു ബിസിനസ് വിജയിച്ചാൽ പയ്യെ ഇന്ത്യയിലെ പല ഭാഗത്തും കൊണ്ടുപോകാം. ഇത്രയും ഓപ്പർച്യൂണിറ്റി ഉള്ള വേറെ ഏത് രാജ്യവും നമുക്ക് എടുക്കാൻ പറ്റും ആസ് എ ഇന്ത്യൻ, ആസ് എ മലയാളി. അപ്പോൾ നിങ്ങളെ മൈൻഡ് സെറ്റ് കുറച്ചൊന്ന് മാറ്റണം. ഞാൻ ഗൾഫിലുണ്ടായിരുന്നു, ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു, പല രാജ്യങ്ങളും കണ്ടതാണ്. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഇവിടെ നമ്മളിങ്ങനെ കുറ്റം പറയും. അവിടെ ഇങ്ങനെയാണ്, ഇത് അങ്ങനെയാണ്, ഇങ്ങനെയാണ്. നമ്മൾ ഇവിടുത്തെ ഓരോ രാജ്യങ്ങളും ഓരോ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി നമ്മളിങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇതിലും ബിസിനസ് ചെയ്ത് വിജയിക്കുന്ന ഇഷ്ടം പോലെ പേരുണ്ട്. അപ്പം നമ്മൾ വിജയിച്ചില്ല, അല്ലെങ്കിൽ നമ്മൾ വേറൊരു ഫ്രണ്ട് വിജയിച്ചില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിജയിച്ചുകൂടാന്ന് ഒരു നിർബന്ധവും ഇല്ല. അത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന മേഖല പോലെ ഇരിക്കും. ഇപ്പം വെളിയിൽ IT സെക്ടറിൽ വർക്ക് ചെയ്ത ഒരാൾക്ക് അയാളുടെ ആ നോളജ് വെച്ചിട്ട് ഇന്ത്യയിൽ വന്ന് സുഖമായി ബിസിനസ് ചെയ്യാം. കാര്യം ഇവിടെ ഒന്നാമത് വെൽ എഡ്യൂക്കേറ്റഡ് ടാലൻസ് ഉള്ള നാടാണ്. നമുക്ക് കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യയിലെ എവിടെ നിന്ന് വേണോ സോഴ്സ് ചെയ്യാം. കേരളത്തിൽ IT പാർക്കുകൾ ഉള്ളതാണ്, ടെക്നോ പാർക്ക്. ഈസി ആയിട്ട് ടാലൻറ്റിനെ കിട്ടും, ചെറിയ ശമ്പളത്തിൽ കിട്ടുകയും ചെയ്യും. അപ്പം അത് സുഖമായി വെളിയിലുള്ളവർ ഇവിടെ വന്ന് തുടങ്ങിയ പല പ്രോബ്ലം അല്ലേ എന്ന് വിചാരിച്ചിട്ട് തുടങ്ങാതിരിക്കുന്നുണ്ട്. റീറ്റെയിൽ സെക്ടർ, ഹോസ്പിറ്റൽ സെക്ടർ, ടൂറിസം സെക്ടർ, ഒരുപാട് സെക്ടേഴ്സ് ഉണ്ട്. ബട്ട് നമുക്ക് ആ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ചെയ്ത ഇത് കറക്റ്റ് അല്ലാതെ നമ്മൾ നാടിന് കുറ്റം പറഞ്ഞിട്ട് വേറെ വലിയ കാര്യമൊന്നുമില്ല. ചിലർ വെളിയിൽ കണ്ട വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും ചിലപ്പം ചെറിയൊരു ടൗണിൽ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടുത്തെ ആൾക്കാർക്ക് അതിൻ്റെ മണി പവർ ഇല്ല മേടിക്കാനുള്ള. ഓക്കെ, അപ്പം നമ്മൾ ചൂസ് ചെയ്യുന്ന സെക്ടർ, നമ്മൾ ചൂസ് ചെയ്യുന്ന ബിസിനസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മളെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഷുവറായിട്ടും കേരളത്തിന് പറ്റിയ ഒരു സെക്ടർ കണ്ടുപിടിക്കാൻ പറ്റും. അത് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് ഒരു വെറിയും വേണ്ട. നിങ്ങൾക്ക് ഐഡിയ ഇതുണ്ട്, റിസർച്ച് എല്ലാം ചെയ്തു പക്കയാണെങ്കിൽ ധൈര്യമായിട്ട് വന്നോ. കേരളത്തിൽ ഒരു കുഴപ്പമില്ല ബിസിനസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഇതേപോലത്തെ വീഡിയോസായിട്ടായിരിക്കും വരുന്നത്. എന്തൊക്കെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ട്, ഫ്രാഞ്ചൈസി ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. താങ്ക് യു, ബൈ.